അതിർത്തിയിൽ നിന്നൊരു വല്ലാത്ത വാർത്തയുണ്ട്. അതിർത്തിയിൽ നമ്മുടെ കുംകാടി ആർമി പോസ്റ്റിൽ ഇന്ന് പുലർച്ചെ 2:30 പാകിസ്ഥാൻ്റെ ബോർഡർ ആക്ഷൻ ടീം ബാറ്റ്, നമ്മുടെ BSF പോലെയുള്ളത്, അത് ആക്രമണം നടത്തി. നമ്മുടെ ഒരു മേജർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു, ഒരാൾ മരിച്ചു. ഒരു പാകിസ്ഥാൻ സൈനികനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, ഇന്നലെയായിരുന്നു കാർഗിൽ വിജയ ദിവസം, 25ാം വാർഷികം. നരേന്ദ്രമോദി അവിടെ കാർഗിൽ സന്ദർശിച്ച് വലിയ താക്കീത്, കടുത്ത നടപടി ഉണ്ടാവും പാകിസ്ഥാനെതിരെ എന്നൊക്കെ പ്രസംഗിച്ചു. പിന്നാലെ പുലർച്ചെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ ഒരു മറുപടി വന്നു. അല്ല, അത് ഈ കാർഗിലുമായിട്ട് ബന്ധപ്പെടുത്തിയോ അല്ലാതെയോ പാകിസ്ഥാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. നമ്മൾ വാണിംഗ് ഒക്കെ ഇഷ്യൂവെങ്കിലും ഒരു സ്ട്രോങ് സിഗ്നൽ പോയിട്ടില്ല. അതിന് നമുക്കിപ്പോൾ സാധാരണ എല്ലാ ആൾക്കാരും അടിക്കണ്ടേ അവനെ, ഞാനും അത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ബട്ട് ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, അമേരിക്കൻ സൈന്യം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് മിനിഞ്ഞാന്ന്. അമേരിക്കയുടെ ഒരു ജോയിൻ്റ് എക്സർസൈസ് എന്ന് പറഞ്ഞാണ് അത് തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച അവർ നേവിയുടെ ജോയിൻ്റ് എക്സർസൈസ്, എയർഫോഴ്സിൻ്റെ ജോയിൻ്റ് എക്സർസൈസ് എന്ന് പറഞ്ഞൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് കാണിക്കുന്നത് ചൈനയുടെ മടിയിൽ നിന്ന് പാകിസ്ഥാൻ പതുക്കെ അമേരിക്കൻ ചേരിയിലേക്ക് പോകുന്നു എന്നൊരു സംശയം. അതിൻ്റെ കൂടെയാണ് ഈ പട്ടാളക്കാർ കുറച്ച് പേര്, എല്ലാവരും തിരിച്ചു പോയില്ലേ പാകിസ്ഥാനിൽ നിന്ന്, കുറച്ച് പേര് ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഇത് റിപ്പോർട്ട് ചെയ്തത് അഫ്ഗാനിസ്ഥാനാണ്. ഇവരവിടെ നിൽക്കുന്നതിൽ പ്രയാസം അഫ്ഗാനിസ്ഥാനാണ് നമ്മളെക്കാൾ കൂടുതൽ. നമ്മളത് കാര്യമായിട്ട് ഗവനിച്ചിട്ടില്ല. ഇനി അവരവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളതൊന്നും ചെയ്യാനില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമ്മൾ. ബട്ട് ഈ ജിയോ പൊളിറ്റിക്സിൽ എന്തൊക്കെയോ സീരിയസ് ആയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി റഷ്യയിൽ പോയത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അമേരിക്ക നമ്മളും ചൈനയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുന്നു. ഇന്ത്യയെ ചൈന അതിർത്തിയിൽ തളച്ചിടണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള പോലെ തോന്നുന്നു. മൊത്തത്തിൽ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ നീക്കം വളരെ സൂക്ഷിച്ച് വേണം എന്നവർ തീരുമാനിച്ച പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു മേജർ സ്കെയിലിൽ ഒരു അറ്റാക്കോ സംഗതിക്കോ പോകാത്തത്. അല്ലെങ്കിൽ മോദിയുടെ പഴയ സ്റ്റൈൽ വെച്ചാണെങ്കിൽ അടിക്ക് ഗർമേ ഗുസ്കെ മാരെങ്കിൽ പറയുന്ന ടൈപ്പാണ്, അത് ചെയ്ത് കാണിച്ച ആളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരല്പം പതുങ്ങി നിൽക്കുന്നത് ഒരു വേറെ എന്തോ ഒരു അർത്ഥമൊക്കെ ഉണ്ട് അതിന് എന്നാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 2021 ഫെബ്രുവരിയിൽ നമ്മുടെ BSFും ഇവരുടെ പാകിസ്ഥാൻ്റെ ബോർഡർ ആക്ഷൻ ടീമും തമ്മിൽ ഒരു സീസ് ഫയർ, വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ബാറ്റ് ഇങ്ങോട്ട് ആക്രമിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടേതായിട്ട് NDTVയുടെ സൈറ്റിൽ കിടന്ന് ഫുൾ സ്പെക്ട്രം ഓഫ് ആർമഡ് ഫോഴ്സസിന് ഡിപ്ലോയ് ചെയ്യാൻ പ്രധാനമന്ത്രി നിർദ്ദേശം കൊടുത്തു എന്ന് NDTVയുടെ സൈറ്റിൽ പറയുന്നുണ്ട്. ഈ വാസ്തവത്തിൽ അവർക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമൊന്നും ആവശ്യമില്ല. ഫുൾ സ്പെക്ട്രം ഓഫ് ഫോഴ്സ് ഇത് തുടങ്ങിയപ്പോൾ തന്നെ കഴിഞ്ഞ മാസവും ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഞാനും സുനിലും തന്നെ. ഈ ഫുൾ സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താണ് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എവറി എക്വിപ്മെൻറ്റ് ബിക്കമിങ് എ വെപ്പൺ, അതാണ് ഫുൾ സ്പെക്ട്രം. ആ നിർദ്ദേശം കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രി G7 മീറ്റിങ്ങിലേക്ക് പോയത്. അതിന് മുമ്പ് കൊടുത്തതാണ്. പിന്നെ ഇപ്പം എന്ത് നിർദ്ദേശമാണ്? അപ്പോൾ ആ നിർദ്ദേശം ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംതിങ് ഈസ് ഫിഷി ഇൻ ദിസ്. ഇത് മേ ബി ഒരു 2-3 വീക്സിനുള്ളിൽ നമുക്ക് സാധാരണക്കാർക്ക് ചിത്രം. അല്ല, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ NDTVയുടെ സൈറ്റിൽ തന്നെ കാണുന്നുണ്ട്, ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ പറഞ്ഞ കുംകാടി, കാംകാരി, മാച്ചിൽ തുടങ്ങിയ ഇപ്പോൾ അറ്റാക്ക് ഉണ്ടായ ഏരിയയിൽ റീസെൻ്റ്ലി ഒരു വിസിറ്റ് നടത്തിയിരുന്നു. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടതുപോലെയൊക്കെ തോന്നുന്നു. അല്ല, അത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് സാധാരണക്കാർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മളെന്തോ തോറ്റു നിൽക്കുന്ന പോലെ ഫീലിംഗ്. നിരന്തരം പാകിസ്ഥാൻ കയറി നമ്മുടെ ആൾക്കാരെ കൊല്ലുന്നു.
നമ്മൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ട് ഒന്നോ ഒറ്റയോ തീവ്രവാദി മോദിയുടെ മൂന്നാം സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു ദൗർബല്യം പോലെ കാണുന്നു. പക്ഷേ ഇതങ്ങനെ അല്ല എന്നാണ് ഇൻ്റർനാഷണൽ വിലയിരുത്തൽ. അങ്ങനെയല്ല. ഇൻ്റർനാഷണലി ഇപ്പോൾ ഇന്ത്യ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു രാജ്യമാണ് എന്നൊരു ഇംപ്രഷനാണ് നിലവിലുള്ളത്. വാട്ട് ഈസ് ദാറ്റ് ഇന്ത്യ ഗോയിങ് ടു ഡു? കാരണം അപ്രതീക്ഷിതമായ നീക്കങ്ങൾ അത് തുടങ്ങുന്നത് മോദിയുടെ റഷ്യൻ സന്ദർശനത്തെ തുടർന്നാണ്. മോദിയുടെ റഷ്യൻ സന്ദർശനം മാസങ്ങൾക്ക് മുമ്പേ ഇൻവിറ്റേഷൻ ഉള്ളതാണ്. 2 or 3 തവണ മാറ്റിയൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവിടെ തിരഞ്ഞെടുപ്പാണ് ചേട്ടാ പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല വന്നേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ റഷ്യയിലുണ്ടാകുന്നു. മോദി പോകുന്നു. സെലൻസ്കി, യുക്രൈനിലെ സെലൻസ്കി ഇത് വലിയ ചതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളമൊക്കെ വയ്ക്കുന്നു. അവിടെ പോയിട്ട് അയാളെ കെട്ടിപ്പിടിച്ചോ എന്നൊക്കെ ചോദിച്ചു. മോദി പ്രതികരിക്കുന്നില്ല. മോദിക്ക് വേണമെങ്കിൽ സെലൻസ്കിയും പോയി കാണാം. നമ്മളെ സമയത്തോളം നമ്മൾ ഉക്രൈൻ്റെ ഭാഗത്തുമല്ല റഷ്യയുടെ ഭാഗത്തുമല്ല. ബട്ട് മോദി റിഫ്യൂസസ് ടു വിസിറ്റ് സെലൻസ്കി. റിഫ്യൂസസ് എന്ന് പറഞ്ഞാൽ സെലൻസ്കി ഇൻവൈറ്റ് ചെയ്തിട്ടുമില്ല, മോദി അവിടെ പോയിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ പോവാം. മൊത്തത്തിൽ നേരത്തെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക കളിച്ചുകൊണ്ടിരുന്നൊരു കളി ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ അടുത്ത നീക്കം എന്താണെന്ന് ആർക്കും അറിയില്ല. ചൈനയാണെങ്കിൽ ഈ ഷീ ജിൻ പിങ് ഉണ്ടല്ലോ, അങ്ങനെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. 2-3 ആഴ്ചയായിട്ട് ഒരു വിവരമില്ല. അല്ല, അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ മീറ്റിങ്ങിൽ വന്നിരുന്നു. അതിൽ റിപ്പോർട്ടർമാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ തളർന്നതുപോലെയാണ്. വലത്തെ കൈ പോക്കറ്റിനുള്ളിലായിരുന്നു. അത് പോക്കറ്റിനുള്ളിൽ തന്നെ ഇരുന്നു ത്രൂ ഔട്ട് ദ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും. നടക്കാൻ നേരത്തെ തന്നെ പുള്ളിക്ക് പ്രയാസമുണ്ട്, പ്രായമായതിൻ്റെ വിഷമമുണ്ട്. അപ്പോൾ ഷീ ജിൻ പിങ്ങിന് ഒരു അട്ടിമറി, അത് 3-4 മാസം മുമ്പ് വലിയ പ്രശ്നമായിരുന്നു. അത് ഷീ ജിൻ പിങ് ഇപ്പം അട്ടിമറിച്ച് കളയും എന്നുള്ളൊരു സ്ഥിതി. അതിനെ തുടർന്ന് അവിടെ ആരെയോ കൊല്ലുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തു, ഭീഷണിയായിട്ടുള്ള ആളിനെ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ചൈന. പാകിസ്ഥാൻ ഈ രീതിയിൽ നിൽക്കുന്നു. പാകിസ്ഥാനിൽ അമേരിക്കൻ പട ഇറങ്ങിയിരിക്കുന്നു. അതിൽ അഫ്ഗാനിസ്ഥാൻ വിഷമിക്കുന്നു. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക ഇറങ്ങിപ്പോയല്ലോ. അതെ. ആ സമയത്ത് ഒരു 2 ലക്ഷം റൈഫിൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അത് കൂടാതെ 1.5 ലക്ഷം ടാങ്കോ അങ്ങനെ എന്തോ ഉപേക്ഷിച്ചിട്ടൊക്കെ പോയിരുന്നു. 1.5 ലക്ഷം ടാങ്ക് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് നമ്പർ. ഹ്യൂജ് നമ്പറാണ്. അത് അതിശയോക്തിയായിരുന്നിരിക്കാം. പക്ഷേ ടാങ്കുകൾ ഉപേക്ഷിച്ചിട്ട് പോയി അവർ. അവരുടെ അമ്യൂണേഷൻ മുഴുവൻ ആംസ് ആൻഡ് അമ്യൂണേഷൻസ് മുഴുവൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് പേടി ഇവർ വന്നു കഴിഞ്ഞാൽ അവർക്കിത് വളരെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. സാധനം അഫ്ഗാൻ്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ അവിടുത്തെ ബോർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബോർഡറൊന്നുമല്ല. 17 ലക്ഷമോ മറ്റോ അഫ്ഗാനിസ്ഥാനികളെ, 17,000മോ 17 ലക്ഷമോ ഞാൻ ഓർക്കുന്നില്ല, പഴയ വാർത്തയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക പിന്മാറിയപ്പോൾ പാകിസ്ഥാൻ ഈ അഫ്ഗാൻ പൗരന്മാരാണെന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയി അതിർത്തിയിൽ തള്ളി. അഫ്ഗാനിസ്ഥാൻ ഇവരെ എടുക്കുന്നില്ല, കയറാൻ സമ്മതിക്കുന്നില്ല. പാകിസ്ഥാൻ അതിർത്തിയിൽ കൊണ്ടുപോയി തണുപ്പിട്ട് ഇവരങ്ങ് ഉപേക്ഷിച്ചു. നീ പൊക്കോടാ നിൻ്റെ നാട്ടിലേക്ക്. അത് വലിയൊരു ഫ്ലെയറപ്പായി അവർ തമ്മിൽ. അപ്പോൾ ഇതുപോലെ വല്ലാത്ത പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇറാൻ്റെ ആൾ ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു പോവുകയും അവിടെ ഒരു അനിശ്ചിതാവസ്ഥയും സംഗതിയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. മൊത്തത്തിൽ ഒരു മേഖലയിൽ ആകെ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനാണ്. എന്നാൽ യൂറോപ്പിൽ സമാധാനമുണ്ടോ? അതുമില്ല. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എല്ലാവരും പ്രശ്നത്തിലാണ്, അവരുടെ ഇമിഗ്രൻസിൻ്റെ പ്രശ്നത്തിൽ. അമേരിക്കയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെയാണ്. ഈ പാകിസ്ഥാൻ ഇതിലിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പണ്ട് അമേരിക്ക എന്ത് ചെയ്യും എന്നൊക്കെ ആൾക്കാർ നോക്കുന്ന പോലെ ഇന്ത്യ എന്ത് ചെയ്യും എന്ന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു പല പത്രങ്ങൾ, ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം പല പത്രങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ, പിന്നെ പലരും ചെയ്തിടുന്ന വീഡിയോസ്, ഇതൊക്കെ കാണുമ്പോൾ അവരൊക്കെ പലവിധ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. ഈ ഡിഫൻസ് അനലിസ്റ്റുകളുണ്ട്, ഫോറിൻ അഫെയേഴ്സ് നടത്തുന്നവരുണ്ട്. അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട് കേട്ടോ. അവർ പറയുന്നത് നേരെ അങ്ങ് വിഴുങ്ങാൻ പറ്റില്ല. അവർക്കൊരു അവരുടെ താല്പര്യങ്ങളുണ്ട്. അതിൽ ഭാരതത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരുണ്ട്, ന്യൂട്രലാണെന്ന് പെരുമാറുന്നവരുണ്ട്, പല രീതിയിൽ പണം കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് ഇവരുടെയൊക്കെ അനാലിസിസിൽ ഇവർ പറയുന്നതെല്ലാം ഫാക്റ്റാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബട്ട് മൊത്തത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാണ് സിറ്റുവേഷൻ.
മോദി ഈസ് ഒരു വളരെ കെയർഫുള്ളായിട്ട് മാത്രം പെരുമാറിയാൽ മതി എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഡ്രാസ്റ്റിക് ആക്ഷൻസ് ഉണ്ടാവുക. അതെ, പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, രാഷ്ട്രീയമായ അസ്ഥിരാവസ്ഥയാണ്. അവർക്ക് $100 ബില്യൺ മറ്റോ അമേരിക്ക. അതെ, എന്നാൽ പോലും അപ്പം അത് പലവരുടെയും ഭിക്ഷ കിട്ടുന്ന കാശല്ലേ. അതെ, പക്ഷേ പൊളിറ്റിക്കൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചായി പാകിസ്ഥാൻ ഇങ്ങനെ നിരന്തരം പ്രൊവോക്ക് ചെയ്തിട്ട് പാകിസ്ഥാൻ ഒരു ടെൻഷൻ എസ്കലേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉള്ളതുപോലെ തോന്നുന്നു. ഒരു അടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിൽ സംഭവിച്ചത് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് മുതൽ പാകിസ്ഥാൻ അസ്വസ്ഥരാണ്. അവർ വാസ്തവത്തിൽ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾ 370യും പാകിസ്ഥാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആർട്ടിക്കിൾ 370 എന്താ, കാശ്മീർ നമ്മളുടെ ഭരണഘടനാപരമായിട്ട് ഇൻ്റഗ്രൽ പാർട്ടായിരുന്നില്ല. ആ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ കടന്നുകൊണ്ട് ആ പ്രൊവിഷൻ നമ്മൾ എടുത്തു മാറ്റി. അതിൽ പാകിസ്ഥാന് ബാധിക്കുന്നൊന്നുമില്ല. ബട്ട് അതെന്തോ പാകിസ്ഥാൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് അവരെടുത്തു. അവിടെ മുതൽ കുറച്ചുകൂടെ അവർ ടഫായി. പിന്നെ അവരുടെ തെരഞ്ഞെടുപ്പിൽ ആകെ കൂടെ അലമ്പായി. അവരുടെ തെരഞ്ഞെടുപ്പ് പട്ടാളമാണ് നടത്തിയത്. പട്ടാള വോട്ട് ചെയ്യുക, ജയിച്ച ആളിനെ തോൽപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് വഷളാക്കി. മൊത്തത്തിൽ അവർ ക്ഷീണകാലത്തിലാണ്. അവിടെ അരിയില്ല, ഗോതമ്പില്ല, പെട്രോളില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ, പ്രശ്നങ്ങളൊക്കെ വരുന്നു. നമ്മളുടെ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ചേർന്നിട്ട് അങ്ങനെയല്ല, പാകിസ്ഥാനും ശ്രീലങ്കയൊക്കെ നമ്മളെക്കാൾ മഹത്തായ രാജ്യമാണെന്ന് പറഞ്ഞ് ഏതോ സാഹിബിനെ കൊണ്ട് പട്ടികയൊക്കെ ഉണ്ടാക്കി ബഹളമൊക്കെ വെച്ചു. അതൊക്കെ ചീറ്റിപ്പോയി. കാരണം ചോറിന് ചോറ് തന്നെ വേണ്ടേ, പട്ടിക എടുത്ത് തിന്നാൻ പറ്റുകയല്ലോ. ഇപ്പോൾ ഇവിടെയുള്ള ദാസന്മാർ, പാകിസ്ഥാൻ്റെ ദാസന്മാരെല്ലാം കൂടെ വന്ന് ബഹളമൊക്കെ വെച്ചു. ബട്ട് ഇതൊന്നും കൊണ്ട് പാകിസ്ഥാന് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിരാശരായിട്ട് അവർ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, അവരുടെ കൺവെൻഷനിലൊരു പരിപാടി ഉണ്ട്, ആൾക്കാരെ ഈ ആത്മഹത്യാ സ്ക്വാഡിനെ ഇറക്കി പറഞ്ഞുവിടുക. അത് ബാറ്റ് എന്നുള്ള പേരിൽ മറ്റേ എന്താ ടിഫോ അങ്ങനെ ഒരു സാധനമുണ്ട്. അല്ല, ബാറ്റ് അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ്, നമ്മുടെ BSF. അത് കൂടാതെ പറഞ്ഞുകൊണ്ടല്ലോ ഫ്രണ്ട്സ് ഓഫ് പാകിസ്ഥാൻ, അങ്ങനെ ഒരു FBI അതോ TFI, SSG, കുറേ സാധനമുണ്ട് അവർക്ക്. കുറേ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാധനങ്ങൾ പോലെയാണ്. ഒരുപാട് പേരുകൾ തിരിഞ്ഞും മറിഞ്ഞും. ISIS 1, ISIS-KP 1, ISIS-ISKP എന്ന് പറഞ്ഞ് ഭാഗം. അതിൽ തന്നെ പല വിഭാഗങ്ങൾ, ഖൊറാസാൻ, ബേസിക്കലി ഇവരൊന്ന് തന്നെയാണ്. പക്ഷേ പല പല രീതിയിൽ പല സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ. ഇതുപോലെ പാകിസ്ഥാനും ഈ നാഥനില്ലാ കളരിയാണ്. ആകെ അവിടെ പട്ടാളത്തിന് മാത്രമേ ഒരു നിയന്ത്രണമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സീറോ. എല്ലാ സാധനവും സീറോയാണ്. പട്ടാളവും ISIയുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടും തമ്മിൽ ഇടയ്ക്ക് തെറ്റാറുമുണ്ട്. പട്ടാളം പറഞ്ഞാൽ ISI കേൾക്കില്ല, നേരെ തിരിച്ചുമൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഒരു നാഥനില്ല കളരിയിൽ നിന്ന് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാർ ഇറങ്ങി വന്ന് നടത്തുന്ന വെടിവെപ്പും അക്രമമാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേ സോ ഹൗ ഡു വി റിയാക്ട് ടു ദാറ്റ്? ഇപ്പോൾ ഒരു സ്ട്രോങ് ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഹെഡുമായിട്ട് സംസാരിച്ച് നമുക്ക് എന്താ നിൻ്റെ ആവശ്യം എന്ന് ചോദിക്കാം. ഇതങ്ങനെ ആരോടാ ചോദിക്കുന്നു ഇപ്പോൾ പാകിസ്ഥാനിൽ? അതാണ് പ്രശ്നം. പക്ഷേ ഇത് വളരെ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് 2021 ഫെബ്രുവരിയിലെ വെടിനിർത്തൽ കരാറിന് ശേഷം ആദ്യമായിട്ട് ബാറ്റ് നമ്മുടെ പോസ്റ്റ്. വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് മറന്നേക്കുക. പാകിസ്ഥാനുമായിട്ടൊരു കരാർ നിങ്ങൾക്ക് സാധ്യമല്ല. അത് പിറ്റേ ദിവസം തന്നെ ആരെങ്കിലും വയലേറ്റ് ചെയ്യും. ഒന്നീ ആർമി വയലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ISI വയലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിദായിൻ വയലേറ്റ്. 2 വർഷം നിന്നു. 2021 ഫെബ്രുവരി അത് നിന്ന് യാദൃശ്ചികമായിട്ട് നിന്നതാണ്, അല്ല അവർ നിലനിർത്തിയതൊന്നുമല്ല. അതങ്ങനെ നിന്നു. കാരണം ഇപ്പോൾ ഒരു പ്ലെയർ അല്ല, പ്ലെയർ ഒരാളല്ല, പലരുമായിട്ട്. നമ്മളൊരു തൊഴിൽ തർക്കത്തിൽ CITയുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി തീർന്നു ഇല്ലല്ലോ. INTUC ഉണ്ട്, BMS ഉണ്ട്, UTUC ഉണ്ട്. ഇതുപോലെയാണ് പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. ഈ പറഞ്ഞ കഴുതകൾ എല്ലാവരുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അന്തസ്സുള്ള രാജ്യങ്ങളൊക്കെ തമ്മിലാണ് വെടിനിർത്തൽ കരാർ അത് ഇതൊക്കെ നടക്കുന്നത്. പാകിസ്ഥാന് ആ ഒരു സാധനം ഇല്ല. ഇറ്റ് ഈസ് എ ലൂസ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും ആൾക്കാർ തമാശയായിട്ട് പറയാറുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും പട്ടാളമുണ്ട്, പക്ഷേ പട്ടാളത്തിനൊരു രാജ്യമുള്ള സ്ഥലം പാകിസ്ഥാനാണ്. പട്ടാളത്തിൻ്റെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നത്? എന്നാൽ പട്ടാളത്തിന് അബ്സല്യൂട്ട് മേധാവിത്വം ഉണ്ടോ? അതുമില്ല. ISI അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കും. ഏതായാലും ഇപ്പോൾ അതിർത്തിയിലെ പുതിയ സംഭവവികാസങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു മറുപടി ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്.
ലോകം അല്ല, ഇന്ത്യക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തിന് ഈ പറഞ്ഞ തലവേദനയൊന്നുമില്ല. ലോകം ഇങ്ങനെ നോക്കും, എന്താ ചെയ്യുന്നത് നോക്കുമല്ലോ. ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ആവശ്യത്തിൽ കവിഞ്ഞ വലിപ്പം ഭാവിക്കുന്നൊരു സ്വഭാവം ഇന്ത്യക്കുണ്ട്. അത് എക്കാലമുള്ളതാണ്. ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ ലോകം നമ്മളെ ഉറ്റുനോക്കുന്നു. നാളിതുവരെ ഞാൻ കണ്ടിട്ടില്ല ലോകം നമ്മളെ ഉറ്റുനോക്കുന്നത്. പൊഖ്രാൻ 2 വാജ്പേയി നടത്തിയപ്പോൾ ലോകം ഒന്ന് നെറ്റി ചുളിച്ചിട്ട് നോക്കി. നമുക്ക് എക്കണോമിക് സാങ്ഷൻ എന്നൊക്കെ പറഞ്ഞു, പഞ്ചസാര തരില്ല, പിണ്ണാക്ക് തരില്ല, എണ്ണ തരില്ല എന്നൊക്കെ പറഞ്ഞു. വാജ്പേയി പറഞ്ഞു പോയി പണി നോക്കടാന്ന്. അങ്ങനെ ഭൂരിപക്ഷമില്ല കേട്ടോ. 10-24 പേര് ചേർന്ന് ഭരിക്കുന്ന കക്ഷിയാണ്. പൊട്ടിക്കിടാന്ന് പറഞ്ഞു പൊട്ടിച്ചു. ആ സമയത്താണ് ലോകം നോക്കിയത്. അതല്ലാതെ ലോകത്തിന് വേറെ ഒരുപാട് പണികളുണ്ട്. അതുകൊണ്ട് ലോകം നമ്മളെ ഉറ്റുനോക്കുന്നു എന്നുള്ള പൊങ്ങച്ചൊക്കെ ഇന്ത്യക്കാർ കാലം നോക്കുന്നു എന്ന് പറയാം. നമുക്ക് ആശങ്കയുണ്ട്. നമ്മുടെ സാധാരണ ജനങ്ങളായ എനിക്കും സുനിലിനും ഒക്കെ എന്താ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടാണല്ലോ നമ്മൾ രാവിലെ ഇരുന്ന് അതിരാവിലെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. അതെ, അതൊരു പ്രശ്നം തന്നെയാണ്. ഏതായാലും നമുക്ക് ബട്ട് ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്മാരെന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ പട്ടാളത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയിലും നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ, ഒരു ട്രസ്റ്റ്, ബിലീഫല്ല, ഒരു ട്രസ്റ്റ് ഉണ്ട്. ദേ വിൽ പ്രൊട്ടക്റ്റ് അവർ ഇൻട്രസ്റ്റ്. ഇഫ് ദേ ആർ നോട്ട് ആക്ടിങ്, ദർ ഈസ് എ റീസൺ ബിഹൈൻഡ്. അതെ, തീർച്ചയായും. കാരണം ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് പലതവണ അവർ കാണിച്ചു തന്നവരാണ്. ഉറി സ്ട്രൈക്ക്, ബാലാക്കോട്ട് സ്ട്രൈക്ക്, ഇത് പാകിസ്ഥാനെ അടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. പാകിസ്ഥാൻ ഇങ്ങനെ തെരുവ് റൗഡിയായിട്ട് നിൽക്കുക, ആരടിച്ചാലും കൊള്ളും, വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് അവനെ അടിക്കുക എന്ന് പറയുന്നത് നമുക്ക് നിസ്സാര കാര്യമാണ്. എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും. അത് നമുക്ക് വഴിയെ അറിയാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.